ഹായ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ഡൈവർജൻസ് തിയറം വെരിഫൈ ചെയ്യാനാണ്. ആദ്യം എന്ത് ചെയ്യണം? യൂസ് ഡൈവർജൻസ് തിയറം ടു ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. എഫ് ഈസ് ഗിവൺ. എന്താണ് ഗാസ് ഡൈവർജൻസ് തിയറം പറയുന്നത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡൈവർജൻസ് എഫ് ഡി വി. ഡൈവർജൻസ് എഫ് കണ്ടുപിടിക്കണം. എഫ് അറിയാലോ. എഫ് എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് ഇസെഡ് ജെ പ്ലസ് വൈ ഇസെഡ് കെ. ഇവിടുന്ന് ഡൈവർജൻസ് എന്താണ്? ഡൈവർജൻസ് എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കൂടെ വരുന്ന എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കൂടെ വരുന്ന ഇസെഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് കെയുടെ കൂടെ വരുന്ന വൈ ഇസെഡ്. അപ്പൊ എന്ത് വരും? ഇവിടെ ഒരു 1 ഉണ്ട്, അടുത്ത് 0 ആണ്, അടുത്തൊരു വൈയും കൂടെ വരും. അപ്പൊ 1 പ്ലസ് വൈ എന്ന് കിട്ടി. അപ്പൊ എന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ 1 പ്ലസ് വൈ ഡി വി. ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് ഡി വൈ ഡി ഇസെഡ്, ഡി എക്സ് ഡി വൈ ഡി ഇസെഡ്. എക്സിന്റെ ലിമിറ്റ് 0 to 1 ആണ്, വൈ ലിമിറ്റ് 0 to 1 ആണ്, ഇസെഡ് ലിമിറ്റും 0 to 1 ആണ്. ക്യൂബ് ആണ് പറയുന്നത്, ക്യൂബ്. അപ്പൊ എന്ത് വരും? എല്ലാം 0 to 1 0 to 1 0 to 1 ആണ്. ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ചെയ്ത് നോക്കാം. എല്ലാ ലിമിറ്റും 0 to 1 0 to 1 തന്നെയാണ്. 0 to 1 0 to 1. എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 1 പ്ലസ് വൈയും കോൺസ്റ്റന്റ് ആണ്. 1 പ്ലസ് വൈ ഇൻറ്റു എക്സ് ലിമിറ്റ് 0 to 1 ഡി വൈ ഡി ഇസെഡ്. അപ്പൊ എന്താണ്? ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 1 പ്ലസ് വൈ ഡി വൈ ഡി ഇസെഡ്. ഇതല്ലേ? ഇതാണ് കിട്ടിയത്. അടുത്ത് എന്ത് ചെയ്യണം നമുക്ക്? ഇസെഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 0 to 1 ഇസെഡ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? 1 പ്ലസ് വൈ കോൺസ്റ്റന്റ് ആണ്, ഒരു ഇസെഡും കൂടെ വരും. ലിമിറ്റ് 0 to 1 ആണ്, പിന്നെ ഒരു മിച്ചം ഡി വൈയും കൂടെ ഉണ്ട്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 1 പ്ലസ് വൈ ഡി വൈ എന്നാണ്. ഇനി വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 വൈ ആണ്, വൈക്ക് വൈ സ്ക്വയർ ബൈ 2 വരും. നമുക്ക് ലിമിറ്റ് 0 to 1 കൊടുക്കുമ്പോഴത്തേക്ക് 1 പ്ലസ് 1 ബൈ 2 ആണ്, 3 ബൈ 2 എന്ന് കിട്ടി. അപ്പൊ ഒരു ഫേസ് കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണ്? 3 ബൈ 2 എന്ന് കിട്ടി. ഇനി എന്താണ്? നമുക്ക് ഡൈവർജൻസ് തിയറം വെരിഫൈ ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പാർട്ടും കൂടെ ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാം? ഇതാണ് ഇതിന്റെ മെയിൻ ടാർഗറ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ നമുക്ക് 3 ബൈ 2 എന്നാണ് ആൻസർ കിട്ടിയത്. അപ്പൊ നമുക്കൊരു ഫിഗർ വരയ്ക്കണം. ഒരു ക്യൂബ് ആണ്. എക്സ് ആക്സിസ് 3D, വൈ ആക്സിസ് ഇസെഡ് ആക്സിസ്. ക്യൂബ് വരയ്ക്കുകയാണ്. ഒരു ക്യൂബ്. നമുക്കിതിന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ് ജി. സെൻട്രർ O. ഇവിടെ എന്താണ്? എക്സിൽ 1 എന്നുള്ള പോയിന്റ് കട്ട് ചെയ്യാണ്. അപ്പം 1 0 0. ഇത് വൈയിൽ 1 കട്ട് ചെയ്യുന്നതാണ്, 0 1 0. ഇവിടെ ഇസെഡിലെ 1 കട്ട് ചെയ്യുന്നതാണ്, 0 0 1. അപ്പൊ എക്സിലെ 1 കട്ട് ചെയ്യുന്നു, വൈയിലെ 1 കട്ട് ചെയ്യുന്നു, ഇസെഡിലെ 1 കട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫിഗർ ഇരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് കണ്ടുപിടിക്കണം. ഇത് 6 ഫേസ് ഉണ്ട്. ഈ 6 ഫേസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ഡബിൾ ഇന്റഗ്രൽ ഓൺ എസ് ഓൺ. ആദ്യം ഒരു ഫേസ് നോക്കാം. ഒരു ഫേസ് ഓൺ എസ് ഓൺ. എസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 6 ഫേസ് ഉണ്ട്. 6 ഫേസും കൂടെ പ്രത്യേകം ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇത് കിട്ടുന്നത്. അപ്പോൾ ഓരോ ഫേസും ചെയ്ത് നോക്കാം. ഓൺ എസ് എന്ന് പറയുന്നത് നമ്മൾ ഈ താഴെ ഇരിക്കുന്ന അതെടുക്കുക. താഴെ ഇരിക്കുന്നത് ഒരു എന്താണ്? ഒരു ക്യൂബ് അല്ലേ? ഈ ക്യൂബിന്റെ താഴെ കാണുന്ന ഫേസ് നോക്കിയാണ്. താഴെ കാണുന്ന ഫേസിന്റെ പേരാണ് ABCO. അതായത് ABCO. താഴെ കാണുന്ന ഫേസ് നോക്കിയാണ് ABCO. എന്താണ് ആ ABCOയുടെ പ്രത്യേകത? അവിടെ ഇസെഡ് ഇല്ലല്ലോ, മുകളിലോട്ടുള്ള ഇസെഡ് ഇല്ലല്ലോ. കണ്ടോ? ഇസെഡ് ഇല്ല മുകളിലോട്ട്. താഴെ കാണുന്നതാണ്. ഇസെഡ് അവിടെ അങ്ങോട്ട് ഇല്ലല്ലോ. അപ്പൊ ഇസെഡ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അവന്റെ പേര് ഇസെഡ് ഈക്വൽ ടു 0 എന്നാണ്. ഇസെഡ് ഇല്ലല്ലോ. ഇനി അവിടെ മുകളിലോട്ടൊരു നോർമൽ വരച്ച എങ്ങോട്ടിരിക്കും? ഇവിടെ ഒരു കാര്യം പറയുന്ന പറഞ്ഞാൽ ഇതാണ് ഒരു വെക്ടർ ഫീൽഡ്. ഈ ക്യൂബ് ആണ് ഒരു വെക്ടർ ഫീൽഡ്. ഇതിനകത്ത് വരുന്ന ഫ്ലക്സ് ഈ ബോഡിക്ക് അകത്താണെങ്കിൽ അത് നെഗറ്റീവ് ആണ്.
ബോഡിക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഈ ബോഡിയുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ഫ്ലക്സ് നെഗറ്റീവ് ആണ്. ഈ ബോഡിയുടെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ നമ്മുടെ ABOC താഴെ ഇരിക്കുന്നതാണ്. നമ്മൾ അതിനൊരു യൂണിറ്റ് വെക്ടർ നോർമൽ ടു സർഫസ് വരയ്ക്കുകയാണ്. ഒരു യൂണിറ്റ് നോർമൽ വരയ്ക്കുകയാണ്. അപ്പൊ ആ യൂണിറ്റ് നോർമൽ എങ്ങോട്ടായിരിക്കും? Z ഇതിപ്പോ Z ആണ്. അതിന്റെ യൂണിറ്റ് നോർമൽ Z ആയിരിക്കും. Z ആക്സിസിൽ വരുന്ന യൂണിറ്റ് നോർമൽ ആണ് I അല്ല K. Z വരുന്ന യൂണിറ്റ് നോർമൽ ആണ് K. X ആക്സിൽ വരുന്ന യൂണിറ്റ് നോർമൽ ആണ് I. Yയിൽ വരുന്ന യൂണിറ്റ് നോർമൽ ആണ് അല്ലേ യൂണിറ്റ് വെക്ടർ. എക്സിലോട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ ആണ് I. എക്സിലോട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ ആണ് I. Yയിലോട്ട് പോകുന്ന യൂണിറ്റ് വെക്ടർ ആണ് J. Zലോട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ ആണ് K. അപ്പൊ നമ്മളിവിടെ ഒരു യൂണിറ്റ് നോർമൽ വരച്ചപ്പോഴത്തേക്ക് താഴെ ഇരിക്കുന്ന ഫേസിനാണ് ഒരു യൂണിറ്റ് നോർമൽ വരച്ചപ്പോഴത്തേക്ക് Zലോട്ടാണ് യൂണിറ്റ് നോർമൽ വരയ്ക്കേണ്ടത്. Zലോട്ട്. അപ്പൊ Zന്റെ ഒരു യൂണിറ്റ് എന്താണ്? K ആണ്. അപ്പൊ n ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദി സർഫസ്. n ക്യാപ്പ് എന്ന് പറയുന്നത് മുകളിലോട്ടാണ്, Zലോട്ടാണ്. Zലോട്ട് വരയ്ക്കുന്നത് K ആണ്. ആ K എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോക്സിനകത്തല്ലേ, വെളിയിലോട്ട് പോയില്ല. യൂണിറ്റ് വെക്ടർ ഇവിടെ എവിടെയെങ്കിലും വരും. യൂണിറ്റ് വെക്ടർ ബോക്സിനകത്ത് തന്നെയാണ്. അപ്പൊ മൈനസ് കെ. ഇനി Z0 വരുമ്പോഴേ നമ്മുടെ F എന്താണ്? F തന്നിട്ടുണ്ട്. Z0 ആണെങ്കിൽ എന്താണ്? Z0 ആണെങ്കിൽ F എന്താണ്? XI. Z0 XI. അപ്പൊ എന്ത് വരും? F.n എന്താണ്? F.n എന്താണ്? ഐയും കെയും അല്ലേ? ഡോട്ട് ചെയ്താൽ 0 അല്ലേ? XI ഡോട്ട് മൈനസ് കെ എന്നല്ലേ? XI ഡോട്ട് മൈനസ് കെ എന്നാണ്. അപ്പൊ ഡോട്ട് ചെയ്താൽ 0 ആണ്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ ഓവർ S1 F.n ds എന്ന് പറയുന്നത് 0 ആണ്. അതിന്റെ ആൻസർ കിട്ടി കഴിഞ്ഞു. ഇനി അടുത്തൊരു ഫേസ് നോക്കാം. നേരെ മുകളിലുള്ളത്. ഇപ്പം താഴെയുള്ള എടുത്തു. നേരെ മുകളിലുള്ളത്. നേരെ മുകളിലുള്ളതിന്റെ പേരെന്താണ്? ഓൺ S2 എന്ന് നേരെ കൊടുത്തു. ഓൺ S2 അതിന്റെ പേരെന്താണ്? നേരെ മുകളിലിരിക്കുന്നത് FGDE. അതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരെന്താണ്? Z=1 എന്നല്ലേ? താഴെയുള്ള Z=0, മുകളിലുള്ള Z=1. അത് Z=1 ആണ്. Z=1ലാണ് ഒരു സ്ട്രൈറ്റ് ലൈൻ വരുന്നത്. അപ്പൊ താഴെയുള്ള Z=0, മുകളിലുള്ള Z=1. അപ്പൊ അതിന്റെ പേര് Z=1 എന്നാണ്. അപ്പൊ നമ്മുടെ F എന്താവും? F എന്ന് പറയുന്നത് XI പ്ലസ് ZJ, Z-ന് 1 പ്ലസ് YZ, Z-ന് 1 by K. ഇനി എന്ത് വേണം? n ക്യാപ്പ് എന്താണ്? n ക്യാപ്പ് ഈ മുകളിൽ ഇരിക്കുന്നതിന് നമ്മൾ വീണ്ടും ഒരു നോർമൽ വരയ്ക്കുമ്പോൾ വീണ്ടും മുകളിലോട്ടാണ് വരുന്നത്. Z-ലോട്ട് കണ്ടോ? നോർമലി അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. ബോക്സിന് വെളിയിലായില്ലേ? ബോക്സിന്റെ ടോപ്പാണ് അത്. അതിന്റെ വെളിയിലോട്ടായി. യൂണിറ്റ് വെക്ടർ നോർമൽ വെളിയിലോട്ടായി. അപ്പൊ എന്ത് വരും? അത് K ആണ്. പ്ലസ് K. അപ്പൊ F.n എന്താണ്? F.n ഡോട്ട് ചെയ്യുമ്പോഴത്തേക്ക് K ഉണ്ടല്ലോ. Kയും Kയും കൊണ്ട് ഡോട്ട് ചെയ്യുമ്പോൾ Y എന്ന് കിട്ടും. അപ്പൊ F.n നമുക്ക് Y എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണം? ഡബിൾ ഇന്റഗ്രൽ ഓൺ S2 F.n ds എന്ന് പറഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ Y എന്താണ്? ds എന്ന് പറയുന്നത് ഇവിടെ Z ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഉള്ളത് X ഉം Y ഉം അല്ലേ? അപ്പൊ dx dy ഇവിടെ Z ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ബാക്കിയുള്ളത് X ഉം Y ഉം ആണ്. dx dy. അപ്പൊ dx എന്താണ്? X 0 to 1 ആണ്. Y ഉം 0 to 1 ആണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 Yക്ക് ആദ്യം YX എന്ന് വരും. നമ്മൾ 0 to 1 dy കൊടുക്കുമ്പോഴത്തേക്ക് അതെന്താണ്? Y കിട്ടി. ഇന്റഗ്രൽ 0 to 1 y dy ആണ്. ഇന്റഗ്രൽ y എന്താണ്? y²/2 0 to 1 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 1/2 എന്ന് കിട്ടി. അപ്പൊ അത് 1/2 എന്ന് കിട്ടി. ഇനി അടുത്ത മൂന്നാമത്തെ ഫേസ് നോക്കാം. അപ്പൊ ആദ്യം കിട്ടിയ ഒരു 0 ആണ്. അടുത്തൊരു 1/2 കിട്ടി. അതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ആദ്യം 0, അടുത്ത് 1/2. ഓൺ S3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വേറൊരു ഫേസ് എടുക്കാം. നമ്മൾ താഴെയുള്ളത് മുകളിലുള്ളത് എടുത്തു. ഈ സൈഡിലുള്ള എടുക്കാം. ഈ സൈഡിലിരിക്കുന്നത് അതിന്റെ പേരെന്താണ്? സൈഡിലിരിക്കുന്നതിൽ Y ഇല്ല. Y0 സൈഡിലിരിക്കുന്നതിൽ Y ഇല്ലല്ലോ. Y0 അതിന് Y0 എന്ന് പറയാം. എന്താണ് എസ്റ്റിയുടെ പേരെന്താണ്? AOEF. അവിടെ ആണെങ്കിൽ Y ആണ് ഇല്ലാത്തത്. Y0. അതുപോലെ n ക്യാപ്പ് എന്താണ്? യൂണിറ്റ് വെക്ടർ നോർമൽ. സൈഡിൽ ഇരിക്കണം. നോർമൽ എങ്ങോട്ട് വരും? ഇങ്ങോട്ടാണ് വരുന്നത്. കേട്ടോ? നോർമൽ അവിടെ ഇല്ലാത്ത Y-ലോട്ട് വരും. Y-ലോട്ട്.
കണ്ടോ വൈയിലോട്ടാണ്, അല്ല മോൾ ഇസഡിലോട്ടല്ല. ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വീണ്ടും അതിനെ നോർമലി ഇങ്ങനെ ഇരിക്കുകയാണ്. നോർമലി വൈയിലോട്ട് വരുന്ന നോർമൽ യൂണിറ്റ് വെക്ടർ എന്താണ്? യൂണിറ്റ് ജെ. പക്ഷെ ആ ബോക്സിനകത്താണ് മൈനസ് ജെ. വൈ 0 വരുമ്പോൾ എഫ് എന്ത് വരും? എഫ് എന്താണ്? y0 xi പ്ലസ് ഇസഡ് ജെ. y0 ഇല്ല. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് മൈനസ് ജെ ആണ്. അപ്പൊ എഫ് ഡോട്ട് എൻ എന്ത് വരും? എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് ജെ ഉള്ളത് മാത്രം ഇൻറ്റു ചെയ്താൽ മതി, മൈനസ് ഇസഡ് എന്ന് കിട്ടാം. അടുത്ത ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു ഇന്റഗ്രൽ ഓവർ S3 എഫ് ഡോട്ട് എൻ ഡി എസ്, അതായത് ഡബിൾ ഇന്റഗ്രൽ മൈനസ് ഇസഡ്. ഇവിടെ എന്താണ്? y0 ആണ്. അപ്പൊ മിച്ചമുള്ള ആരൊക്കെയാണ്? എക്സും ഇസഡും. y0 ആണ്. അപ്പൊ എക്സും ഇസഡും ഡി എക്സ് ഡി വൈ അല്ല ഡി എക്സ് ഡി ഇസഡ്. y ആണ് 0, y0. അപ്പൊ ബാക്കിയുള്ളത് എക്സും ഇസഡും. എക്സിന്റെ പ്ലെയിനിലാണ് ഡി എക്സ് ഡി ഇസഡ്. ലിമിറ്റ് എങ്ങനെ? എക്സിന് 0 to 1, y ആണെങ്കിലും 0 to 1. അതായത് ഇന്റഗ്രൽ 0 to 1 മൈനസ് വെളിയിലെടുക്കാം. ഇസഡ് എന്താണ്? ഇസഡ് ഇൻറ്റു എക്സ് 0 to 1 ഡി എക്സ്. അപ്പൊ എന്ത് വരും? മൈനസ് ഇന്റഗ്രൽ 0 to 1 ഇസഡ് ഡി എക്സ് എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇസഡ് ഡി എക്സ് നമ്മൾ കഴിഞ്ഞല്ലോ. ഇനി ഇസഡ് ഡി ഇസഡ് എന്താണ്? ഇസഡിന് ഇസഡ് സ്ക്വയർ ബൈ 2 എന്നുണ്ട്, ഒരു മൈനസ് ഉണ്ട്, 0 to 1 ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് 1/2 വെളിയിലെടുത്ത് മൈനസ് 1/2 തന്നെ കിട്ടും. അപ്പൊ മൂന്നാമത്തെ ഫേസിന്റെ ആൻസർ മൈനസ് 1/2 എന്നാണ്. അപ്പൊ മൂന്നാമത്തെ ആൻസർ മൈനസ് 1/2. അടുത്ത S4 നോക്കാം. എന്താണ് S4? ഓൺ S4 നമ്മളിപ്പോ ഇതാണ് നോക്കിയത്, നേരെ അത് നോക്കാം. അതിന്റെ പേരെന്താണ്? S4 അതിന്റെ പേരെന്താണ്? BCDG. അതിന്റെ പേര് അതെന്താണ്? ഇത് y0 ആണെങ്കിൽ അത് y1 ആണ്. y ഈക്വൽ ടു 1 കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ, y ഈക്വൽ ടു 1 കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ, y ഈക്വൽ ടു 1. ഇത് y0, അത് y1, y ഈക്വൽ ടു 1. അപ്പൊ അതിന്റെ നോർമൽ എങ്ങനെ ഇരിക്കും? ഇവിടെ ഇരിക്കുകയാണ്. നോർമൽ എങ്ങോട്ട് ഇരിക്കും? വീണ്ടും അങ്ങോട്ടേക്കാണ്, വൈയിലോട്ട്. വീണ്ടും വൈയിലോട്ട് ഇരിക്കുകയാണ്. അപ്പം ബോക്സിന് വെളിയിലോട്ട് പോവുകയാണ്. അപ്പൊ പ്ലസ് ആണ്, ജെ ആണ്. ബോക്സിന്റെ അറ്റത്തിരിക്കുകയാണ്, വെളിയിലോട്ട് പോവുകയാണ്. അപ്പൊ എന്താണ്? പ്ലസ് ജെ. വീണ്ടും ഒരു യൂണിറ്റും കൂടെ, അവിടെ നിന്ന് ഒരു യൂണിറ്റും കൂടെ, അപ്പൊ ജെ. അപ്പൊ നമ്മുടെ വെക്ടർ എഫ് എന്തായി? xi പ്ലസ് ഇസഡ് ജെ. വൈക്കാണ് 1, അപ്പൊ ഇസഡ് കെ. എൻ ക്യാപ്പ് ജെ ആണ്. ഒന്ന് ഡോട്ട് ചെയ്യാം. എഫ് ഡോട്ട് എൻ എന്താണ്? ഡോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ജെ നമ്മൾ ഡോട്ട് ചെയ്യുമ്പോൾ ഇസഡ് എന്ന് വരും. ഇനി എന്താണ്? ഡബിൾ ഇന്റഗ്രൽ S4 എഫ് ഡോട്ട് എൻ ഡി എസ്. എന്താണ്? ഡബിൾ ഇന്റഗ്രൽ S4 ഇസഡ് ആണ്. ഇവിടെ പറയുന്നത് y ഈക്വൽ ടു 1. y ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് വരും? y ഈക്വൽ ടു 1 കോൺസ്റ്റന്റ് ആണ്. അപ്പം ഡി എക്സ് ഡി ഇസഡ് കണ്ടോ? y ഈക്വൽ ടു 1 ആണ്. അപ്പൊ മിച്ചമുള്ളത് ഡി എക്സ് ഡി ഇസഡ്. ലിമിറ്റ് 0 to 1 തന്നെയാണ്. ആദ്യം എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് എക്സ് എന്ന് കിട്ടും. 0 to 1 ഡി ഇസഡ്. അപ്പൊ എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to 1 ഇസഡ് ഡി ഇസഡ്. ഇസഡ് എന്താണ്? ഇസഡ് സ്ക്വയർ ബൈ 2 എന്നാണ്. നമ്മൾ 0 to 1 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 1/2 എന്നാണ് അവിടെയും കിട്ടുന്നത്. 1/2 S4നും 1/2. ഇനി S5 നോക്കാം. S5 എന്താണ്? ബാക്കിലിരിക്കുന്നത് അതെടുക്കാം. ബാക്കിലിരിക്കുന്നത് അതിന്റെ പേരെന്താണ്? OCDE ഓൺ S5, അതായത് OCDE നേരെ ബാക്കിലിരിക്കുന്നത്. എന്താണ് ബാക്കിലിരിക്കുന്നതിന്റെ പേര്? ബാക്കിലിരിക്കുന്നതിൽ x0 ആണ്. x0 ബാക്കിലിരിക്കുന്നതിൽ x0 ആണ്. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ത് വരും? എൻ ക്യാപ്പ്. ബാക്കിലിരിക്കുകയാണ്. അപ്പൊ വൈയിലും ഇസഡിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എക്സിലോട്ടാണ് യൂണിറ്റ് വെക്ടർ വരുന്നത്. എക്സിലോട്ട് വരുന്നത് ഐ. പക്ഷെ ബോക്സിനകത്തേ വരുള്ളൂ, നെഗറ്റീവായി. അപ്പൊ എന്താണ് നമ്മുടെ എഫ് ഡോട്ട് എൻ? എഫ് എന്താണ്? എഫ് എഴുതിയില്ലല്ലോ. എഫ് എന്താണ്? എക്സിന് 0. അപ്പൊ ഇസഡ് ജെ പ്ലസ് വൈ ഇസഡ് കെ. എൻ ക്യാപ്പ് നമ്മുടെ മൈനസ് ഐ ആണ്. രണ്ടും കൂടെ ഡോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് ഐ തമ്മിൽ ഡോട്ട് ചെയ്യില്ല, 0 ആണ്. ഐ തമ്മിൽ ഡോട്ട് ചെയ്യില്ലല്ലോ, 0. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ S5 എഫ് ഡോട്ട് എൻ ഡി എസ് എന്താണ്? ഡബിൾ ഇന്റഗ്രൽ 0 ഡി എസ്. ആൻസർ 0 പോയി. ആൻസർ 0. S5ന് 0 ആണ്. അടുത്ത് S6 നോക്കാം. അപ്പൊ
അപ്പൊ അടുത്ത് കിട്ടിയ 0 ആണ്. S6 എന്താണ്? ഓൺ S6. S6ന്റെ പേരെന്താണ്? നേരെ ഫ്രണ്ട് ഇരിക്കുന്നത് ABGF. അതിന്റെ പേരെന്താണ്? നേരെ ഫ്രണ്ട് ഇരിക്കുന്നതിന്റെ പേരെന്താണ്? x=1 എന്നാണ്. x=1. അവിടത്തെ ഒരു യൂണിറ്റ് വെക്ടർ എന്താണ്? യൂണിറ്റ് വെക്ടർ വരച്ച എങ്ങോട്ടിരിക്കും? എക്സിലോട്ട് തന്നെ ഇരിക്കും. ഫ്രണ്ട് ഇരിക്കുന്നതാണ് ഫ്രണ്ട് ഇരിക്കുന്നത്. അതിന്റെ യൂണിറ്റ് വെക്ടർ വരച്ചാൽ മുന്നോട്ട്. അത് എക്സ് അല്ലേ? എക്സ് ആണ് ഈ കാണുന്നത്. എക്സ്. അപ്പൊ എക്സിലോട്ടിരിക്കും. അപ്പൊ എക്സിലോട്ടിരിക്കുമ്പോൾ എന്ത് വരും? ഐ ആണ്. പക്ഷെ ബോക്സിന് വെളിയിലോട്ടായല്ലോ. ബോക്സിന് വെളിയിലോട്ടാണ്. അപ്പൊ പ്ലസ് ആയി. അപ്പൊ എഫ് എന്ത് വരും? എഫ് എന്ന് പറയുന്നത് എക്സിന് 1 ഐ പ്ലസ് ഇസഡ് ജെ പ്ലസ് വൈ ഇസഡ് കെ ഇതാണല്ലോ. അപ്പൊ എന്നുമായിട്ട് ഡോട്ട് ചെയ്ത് n 1 ഐ ആണ്. അപ്പൊ എഫ് ഡോട്ട് എൻ എന്ത് വരും? എഫ് ഡോട്ട് എൻ 1 ആണ് കിട്ടുന്നത്. ഇനി എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ S5 S6 എഫ് ഡോട്ട് എൻ ഡി എസ് എന്താണ്? ഡബിൾ ഇന്റഗ്രൽ 1 x=1 ആണ്. അപ്പം വൈയും ഇസഡ് വരും. dy dz 0 to 1 തന്നെ ചെയ്യുമ്പോൾ 1 അല്ലേ കിട്ടുന്നത്? 1 കിട്ടുള്ളൂ. അതായത് ഡബിൾ ഇന്റഗ്രൽ ഏരിയ എന്ന് വരും. ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പീസ് വരുന്നത് സ്ക്വയർ അല്ലേ? സ്ക്വയർ വരുമ്പോൾ അത് 1 തന്നെയാണ് വരുന്നത്. അപ്പൊ അവസാനത്തിൽ 1 കിട്ടി. ഇനി എന്താണ് നമ്മുടെ ടോട്ടൽ എന്ത് വരും? ടോട്ടൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. നമ്മുടെ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് എന്താണ്? എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്ക്. 1/2 മൈനസ് 1/2 വെട്ടി 1ഉം 1/2 കൂടെ 3/2. ഇതന്നെയല്ലേ നേരത്തെ കിട്ടിയത്? ഇതന്നെയല്ലേ മറ്റേ പാർട്ട് ചെയ്തപ്പോഴും കിട്ടിയത്? അപ്പൊ എന്ത് പറയാം? ഗ്രീൻസ് തിയറം ഈസ് അല്ല ഗാസ് ഡൈവേർജൻസ് തിയറം ഈസ് വെരിഫൈഡ്. 2 രീതിയിലും കിട്ടി. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് Z0 മുകളിൽ Z1. ഇവിടെ എന്താണ്? y0 അത് y1. ബാക്കിൽ ഇരിക്കുന്നതിന്റെ പേര് x0 ഫ്രണ്ടിൽ ഇരിക്കുന്നതിന്റെ പേര് x1. അത്രയുമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് താഴെ ഇരിക്കുന്നതിന്റെ പേര് Z0 മുകളിൽ Z1. ഇതിന്റെ പേരെന്താണ്? y0 അത് y1. ബാക്കിൽ ഇരിക്കുന്നതിന്റെ പേര് x0 മറ്റത് x1. ഇനി യൂണിറ്റ് വെക്ടർ നോർമൽ കൂടെ വരയ്ക്കണം. ഇതിന് നോർമൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഇസഡിലോട്ടാണ്. ഇതിന് നോർമൽ വരയ്ക്കുമ്പോൾ വൈയിലോട്ടാണ്. ബാക്കി ഇരിക്കുന്ന നോർമൽ വരയ്ക്കുന്നത് എക്സിലോട്ടാണ്. അതും കൂടെ നോക്കിക്കൊള്ളണം. അപ്പോഴത്തേക്ക് നമുക്കിത് കിട്ടും. ഇനി ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ചെയ്തോളത്തെ ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെയും നമുക്ക് എന്താണ് പറയുന്നത്? വെരിഫൈ ഗാസ് ഡൈവേർജൻസ് തിയറം. ക്വസ്റ്റൻ നമ്മളോട് എഴുതിക്കൊള്ളുക. വെരിഫൈ ഗാസ് ഡൈവേർജൻസ് തിയറം എന്താണ്? എഫ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് പറയാം? ആദ്യം ഡൈവേർജൻസ് കണ്ടുപിടിക്കാം. എഫ് തന്നിട്ടുണ്ടല്ലോ. ഡൈവേർജൻസ് എഫ് എന്താണ്? എഫ് തന്നിട്ടുണ്ട്. ഡൈവേർജൻസ് എഫ് എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കൂടെ ഉള്ളത് x² മൈനസ് YZ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കൂടെ ഉള്ളത് y² മൈനസ് XZ പ്ലസ് ഡോ ബൈ ഡോ Z ഓഫ് കെയുടെ കൂടെ ഉള്ളതാണ് Z² മൈനസ് XY. അപ്പൊ എന്ത് വരും? 2x പ്ലസ് 2y പ്ലസ് 2Z ഡൈവേർജൻസ് കിട്ടി. ഇനി എന്താണ്? ബൈ ഗാസ് ഡൈവേർജൻസ് തിയറം ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു എന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എച്ച് ഡൈവേർജൻസ് എഫ് ഡി വി. നമുക്ക് ഡൈവേർജൻസ് എഫ് കിട്ടി കഴിഞ്ഞു. ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവേർജൻസ് എന്താണ്? 2x പ്ലസ് 2y പ്ലസ് 2z dv. dv എന്ന് പറഞ്ഞാൽ എന്താണ്? dx dy dz. എക്സിന്റെ ലിമിറ്റ് എങ്ങനെ? 0 to a. x 0 to a, y ആണെങ്കിൽ 0 to b, z ആണെങ്കിൽ 0 to c. ഈ ഇന്റഗ്രേഷൻ ആദ്യം പൂർത്തിയാക്കുക. അപ്പൊ എന്ത് വരും? ആ 2 ഇങ്ങ് വെളിയിലാക്കാം. ഇന്റഗ്രൽ 0 to c, ഇന്റഗ്രൽ 0 to b. നമ്മൾ ആദ്യം എക്സിൽ ചെയ്യാൻ പോവുകയാണ്. എക്സ് ചെയ്യുമ്പോൾ 2 ഇങ്ങ് പോയി കഴിഞ്ഞു. എക്സ് എന്താണ്? x² by 2 പ്ലസ് വൈക്ക് xy പ്ലസ് ഇസഡിന് xz. ലിമിറ്റ് 0 to a. പിന്നെ ഉള്ളത് dy dz. നമ്മൾ ഈ എക്സിന് ഏതൊരു ലിമിറ്റ് കൊടുക്കുക? 2 ഇന്റഗ്രൽ 0 to c, ഇന്റഗ്രൽ 0 to b, എക്സിന് a² by 2 പ്ലസ് ay പ്ലസ് az dy
ഡി ഇസെറ്റ്. ഇനി ബാക്കിയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണത്. 2 വെളിയിലുണ്ട്. ഇന്റഗ്രൽ 0 to c a square by 2 എന്ത് വരും? a square by 2y പ്ലസ് a y square by 2 പ്ലസ് a z y. yക്കാണ് 0 to b d z. ഇനി yക്ക് ലിമിറ്റ് കൊടുക്കുക. 2 വെളിയിലുണ്ട്. പിന്നെ എന്താണ്? ഇന്റഗ്രൽ 0 to c ഉണ്ട്. a square by 2 yക്ക് b പ്ലസ് a by 2 b സ്ക്വയർ a z b d z. ഇനി z കൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? 2 വെളിയിലുണ്ട്. a സ്ക്വയർ b by 2 കോൺസ്റ്റന്റ് ആണ്, ഒരു z കൂടെ പ്ലസ് അടുത്ത് എ ബി സ്ക്വയർ ബൈ 2 ഉണ്ട്, ഒരു z കൂടെ പ്ലസ് എ ബി കോൺസ്റ്റന്റ് z സ്ക്വയർ ബൈ 2. ലിമിറ്റ് 0 to c. ഈ ലിമിറ്റ് കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് 2 ഇൻറ്റു എ സ്ക്വയർ ബി സി ബൈ 2 പ്ലസ് എ ബി സ്ക്വയർ സി ബൈ 2 പ്ലസ് എ ബി സി സ്ക്വയർ ബൈ 2. എല്ലാത്തിലെയും 2 വെട്ടിക്കളയാം. ബാക്കി നമുക്കൊരു എ ബി സി വെളിയിലെടുത്താൽ ബാക്കി എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സിയും കൂടെ അകത്ത് വരും. ഇതാണ് ആൻസർ. എ ബി സി വെളിയിലെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടാം. അപ്പൊ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി എന്താണ്? അപ്പൊ ഒരു പാർട്ട് ആയി കഴിഞ്ഞു, മറ്റേ പാർട്ട് കൂടെ ചെയ്യണം. നേരത്തെ ചെയ്തോ ഒരു ക്യൂബ് അല്ലെ, ഇവിടെ എന്താണ്? റെക്ടാങ്കുലർ പാരലൽ ഓഫ് ഇപ്പടാണ്. ഒരു ഫിഗർ വരയ്ക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഒരു ഫേസ് ആദ്യം വരയ്ക്കുമ്പോഴത്തേക്ക് ഇതാ നമ്മളൊരു ഫിഗർ വരച്ചു. പേര് കൊടുക്കാം. ഈ സെന്റർ O ആണ്. മറ്റത് എ ബി സി ഡി ഇ എഫ് ജി. നമ്മൾ പേര് കൊടുത്തു. ആദ്യത്തെ ഫേസ് എടുക്കാം. ഓൺ S1. S1ന്റെ പേര് ആ താഴെ ഇരിക്കുന്നത്, താഴെയുള്ളത് എ ബി സി ഒ. എ ബി സി ഒ അതെന്താണ്? താഴെ ഇരിക്കുന്ന പേര് Z=0 എന്നാണ്. Z=0 എന്നാണ്. അതിനൊരു നോർമൽ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു നോർമൽ വരയ്ക്കുമ്പോൾ മുകളിലോട്ടല്ലേ, ഇസഡിലോട്ടല്ലേ? ഒരു യൂണിറ്റ് വെക്ടർ നോർമൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഇസഡിലോട്ടാണ്. അപ്പൊ അവിടുന്ന് യൂണിറ്റ് വെക്ടർ എത്ര വരും? ഇസഡിലോട്ട് കെ. പക്ഷെ ബോക്സിനകത്താണ് -k. അപ്പൊ n ക്യാപ്പ് എന്ന് പറയുന്നത് -k. മനസ്സിലായല്ലോ? ഇങ്ങനെ ഇരിക്കുന്നത് യൂണിറ്റ് വെക്ടർ വരയ്ക്കും, നോർമൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഇസഡിലോട്ടാണ്. ഇസഡിലോട്ട് വരയ്ക്കുന്ന ഒരു യൂണിറ്റ് വെക്ടർ എന്താണ്? യൂണിറ്റ് വെക്ടർ കെ ആണ്. ബോക്സിനകത്ത് മൈനസ് ആണ്, ബോക്സിന് വെളിയിലാണെങ്കിൽ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്, അകത്താണ്, ബോക്സിനകത്താണ്. Z0 വരുമ്പോൾ നമ്മുടെ എഫ് എന്ത് വരും? Z0 വരുമ്പോൾ എഫ് എന്ത് വരും? എക്സ് സ്ക്വയർ ഐ പ്ലസ് വൈ സ്ക്വയർ ജെ മൈനസ് എക്സ് വൈ കെ എന്ന് വരും. ഇനി ഒന്ന് ഡോട്ട് ചെയ്തേ. എഫ് ഡോട്ട് എൻ. എഫ് ഡോട്ട് എൻ എന്ത് വരും? കെയും കെയും കൂടെ ഇല്ലേ? അപ്പൊ എക്സ് വൈ എന്ന് കിട്ടി. ഇനി ഡബിൾ ഇന്റഗ്രൽ ഓവർ S1 എഫ് ഡോട്ട് എൻ ഡി എസ് എന്താണ്? ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ. എക്സും വൈയും വരുമ്പോൾ എന്താണ്? ഡി എക്സും ഡി വൈയും. എക്സും വൈയും അല്ലേ ഉള്ളൂ, ഇസഡ് ഇല്ലല്ലോ. അപ്പൊ ഡി എസ് എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ. എക്സിന് ലിമിറ്റ് 0 to a ആണ്, വൈക്കാണെങ്കിൽ 0 to b ആണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 0 to b. ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന് എക്സ് സ്ക്വയർ ബൈ 2 0 to a. പിന്നെ ഒരു വൈ ഉണ്ട്, ഒരു ഡി വൈ ഉണ്ട്. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ ബൈ 2 വെളിയിലാവും. വൈക്ക് എന്താണ്? വൈ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to b കൊടുക്കുമ്പോഴത്തേക്ക് എ സ്ക്വയർ ബി ബൈ 4 എന്ന് കിട്ടി. ഒരു പാർട്ട് കിട്ടി, എ സ്ക്വയർ ബി ബൈ 4. അതിവിടെ മുകളിൽ വെക്കാം. ഒരു പാർട്ട് കിട്ടിയതാണ് എ സ്ക്വയർ ബി ബൈ 4 എന്നാണ്. അടുത്ത ഫേസ് നോക്കാം. ഓൺ S2. S2ന്റെ പേരെന്താണ്? താഴെയുള്ളത് എടുത്തിട്ട് നേരെ മുകളിലുള്ളത്. അതിന്റെ പേരെന്താണ്? Z=c എന്നല്ലേ? ഇവിടുത്തെ പോയിന്റ് ഇത് എ ആണ്, ഈ പോയിന്റ് ബി ആണ്, ഈ പോയിന്റ് സി ആണ്. അപ്പൊ അവിടെ വരയ്ക്കുന്നതിന്റെ പേരെന്താണ്? Z=c ആണ്. Z=c. അതിന്റെ പേര് Z=c എന്നാണ്. അതിന്റെ ഫിഗർ എന്താണ്? FGDE അല്ലേ? FGDE ആണ്. അതിന്റെ ഒരു എൻ ക്യാപ്പ് എന്ത് വരും? എൻ ക്യാപ്പ് ഒരു യൂണിറ്റ് വെക്ടർ വരയ്ക്കുമ്പോൾ എന്ത് വരും? യൂണിറ്റ് വെക്ടർ വീണ്ടും ഇസഡിലോട്ടാണ് വരയ്ക്കുന്നത്, മുകളിലോട്ട് ഇസഡിലോട്ടാണ് വരയ്ക്കുന്നത്. നോർമൽ ഇസഡിലോട്ട് വരയ്ക്കുമ്പോൾ വെളിയിലാണ്, അപ്പോൾ +k.
പ്ലസ് കെ. അപ്പൊ ഇസെറ്റ് സി വരുമ്പോ എഫ് എന്താണ്? എഫ് എന്ന് പറഞ്ഞ ഇസെറ്റ് സി ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സി ഐ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സി ജെ. ഇസെറ്റ് സ്ക്വയറിന് സി സ്ക്വയർ മൈനസ് എക്സ് വൈ കെ. ഒന്ന് ഡോട്ട് ചെയ്തേ. എഫ് ഡോട്ട് എൻ എന്ത് വരും? കെ മാത്രമേ ഉള്ളൂ. അപ്പൊ കെ നമ്മൾ ഡോട്ട് ചെയ്യുമ്പോഴേ സി സ്ക്വയർ മൈനസ് എക്സ് വൈ എന്ന് വരും. ഇനി എന്ത് വേണം? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. ഇതെന്ത് വരും? ഇതെന്താണ്? ഡബിൾ ഇന്റഗ്രൽ സി സ്ക്വയർ മൈനസ് എക്സ് വൈ. എക്സ് വൈ അല്ലേ ഉള്ളത്. അപ്പൊ ഡി എക്സ് ഡി വൈ. ലിമിറ്റ് 0 to a, വൈക്ക് 0 to b. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to b. ആദ്യം എക്സിന് ചെയ്യുമ്പോഴേ സി സ്ക്വയർ എക്സ്, അടുത്തെന്താണ്? എക്സ് സ്ക്വയർ ബൈ 2y 0 to a, പിന്നെ ഒരു ഡി വൈയും കൂടെ. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ 0 to b, എക്സിന് എ കൊടുക്കുകയാണ് സി സ്ക്വയർ എ മൈനസ് എ സ്ക്വയർ ബൈ 2y, പിന്നെ ഒരു ഡി വൈയും കൂടെ ഉണ്ട്. അപ്പൊ എന്ത് വരും? സി സ്ക്വയർ എ വൈ മൈനസ് എ സ്ക്വയർ ബൈ 2 വൈ സ്ക്വയർ ബൈ 2. ലിമിറ്റ് 0 to b കൊടുക്കുമ്പോഴത്തേക്ക് സി സ്ക്വയർ എ ബി മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 4. അപ്പൊ അത് കൂടെ അടുത്ത് എഴുതാം. പ്ലസ് എ ബി സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 4. രണ്ട് ഫേസ് ആയി. ഇനി മൂന്നാമത്തെ ഫേസ് നോക്കാം. അപ്പൊ മുകളിലും താഴെയുള്ള രണ്ട് സൈഡ് നോക്കാം. ഓൺ S3 ഈ സൈഡ് ഇരിക്കുന്നത് എന്താണ്? AOEF. അതിന്റെ പേരെന്താണ്? ഈ സൈഡിൽ ഇരിക്കുന്നതിൽ വൈ ആണ് ഇല്ലാത്തത്. വൈ സീറോ. അപ്പൊ ഒരു യൂണിറ്റ് വെക്ടർ എന്ത് വരും? ഇങ്ങനെ ഇരിക്കുന്നതിന്റെ യൂണിറ്റ് വെക്ടർ ഇങ്ങനെയാണ് വരുന്നത്. വൈയിലോട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ എന്താണ്? ജെ. ബോക്സിനകത്താണ് മൈനസ് ജെ. അപ്പൊ y0 വരുമ്പോൾ നമ്മുടെ എഫ് എന്ത് വരും? y0 വരുമ്പോൾ എഫ് എന്താണ്? എക്സ് സ്ക്വയർ ഐ മൈനസ് എക്സ് ഇസെഡ് ജെ പ്ലസ് ഇസെഡ് സ്ക്വയർ കെ എന്നാണ്. ഒന്ന് ഡോട്ട് ചെയ്യുമ്പോഴേ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് വരുമ്പോഴത്തേക്ക് ജെ തമ്മിലുള്ള ഇന്റഗ്രൽ ആണെങ്കിൽ എക്സ് ഇസെഡ് ജെ തമ്മിൽ എക്സ് ഇസെഡ് എന്ത് വേണം? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. നമ്മുടെ S3 അതായത് ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ അല്ല എക്സ് ഇസെഡ് വരുമ്പോൾ എന്താണ്? ഡി എക്സ് ഡി ഇസെഡ്. ലിമിറ്റ് 0 to a യും 0 to c. ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രൽ 0 to c എക്സ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ് സ്ക്വയർ ബൈ 2 0 to a യും ഒരു ഇസെഡ് ഉണ്ട് ഡി ഇസെഡ്. അപ്പൊ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എ സ്ക്വയർ ബൈ 2 വെളിയിലാക്കിയിട്ട് ഇസെഡിന് ഇസെഡ് സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് 0 to c കൊടുക്കുമ്പോഴത്തേക്ക് എ സ്ക്വയർ സി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. അത് അവിടെ എഴുതാം. എ സ്ക്വയർ സി സ്ക്വയർ ബൈ 4. 3 ഫേസ് ആയി കഴിഞ്ഞു. ഇനി നാലാമത്തെ ഫേസ് മറ്റേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എയും ബിയും സിയും ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഓൺ S4 എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഫേസിന്റെ പേരെന്താണ്? ബി സി ഡി ജി. അതിന്റെ പേരെന്താണ്? അവിടെ ഇരിക്കുന്ന ഫേസിന്റെ പേര് y=b എന്നാണ്. y=b. ഒരു നോർമൽ വരയ്ക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഇരിക്കുന്ന ഫേസിൽ നോർമൽ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? വൈയിലോട്ടാണ് വരുന്നത്. വെളിയിലോട്ട്. അപ്പോൾ എന്ത് വരും? ജെ പ്ലസ് ജെ. അപ്പൊ നമ്മുടെ എഫ് എന്താണ്? എഫ് എന്ന് പറയുന്നത് വൈക്ക് ബി കൊടുക്കുമ്പോഴത്തേക്ക് എക്സ് സ്ക്വയർ മൈനസ് ബി ഇസെഡ് ഐ പ്ലസ് ബി സ്ക്വയർ മൈനസ് എക്സ് ഇസെഡ് ജെ പ്ലസ് ഇസെഡ് സ്ക്വയർ മൈനസ് എക്സ് ഇസെഡ് എക്സ് ബി കെ. ഡോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എഫ് ഡോട്ട് എൻ ജെ തമ്മിലാണ് ഡോട്ട് ചെയ്യുന്നത്. അപ്പം ബി സ്ക്വയർ മൈനസ് എക്സ് ഇസെഡ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡബിൾ ഇന്റഗ്രൽ ഓവർ S4 എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ നമ്മുടെ ബി സ്ക്വയർ മൈനസ് എക്സ് ഇസെഡ് വരുന്നുണ്ട് ഡി എക്സും ഡി ഇസെഡ്. എക്സ് ഇസെഡ് വരുന്നുണ്ട് ഡി എക്സും ഡി ഇസെഡ്. ലിമിറ്റ് എങ്ങനെ? 0 to a യും 0 to c. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to c. എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ ബി സ്ക്വയർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇസെഡ്. ലിമിറ്റ് 0 to a ഡി ഇസെഡ്. അപ്പൊ എന്ത് വരും? നമ്മൾ ലിമിറ്റ് എ കൊടുക്കുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ 0 to c ഉണ്ട് ബി സ്ക്വയർ എ
മൈനസ് എ സ്ക്വയർ ബൈ 2z ഡി ഇസഡ്. ഇനി ഇസഡ് കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് ബി സ്ക്വയർ എ ഇസഡ് മൈനസ് എ സ്ക്വയർ ബൈ 2 ഇസഡ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 ടു സി. എന്ത് വരും? ബി സ്ക്വയർ എ സി മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ ബൈ 4. അതുകൂടെ എഴുതാം. ബി സ്ക്വയർ എ സി മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ ബൈ 4. ഇതെല്ലാം കൂടെ ആടികളല്ല, അതുകൊണ്ട് എഴുതി വെക്കുന്നതാണ്. പിന്നെ ഒന്നേ നോക്കണ്ടല്ലോ, അതിനുവേണ്ടി പ്രത്യേകിച്ച് എഴുതി വെക്കുന്നതാണ് അവിടെ. ബി സ്ക്വയർ എ സി മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ ബൈ 4. 4 ഫേസ് ആയി, 2 ഫേസും കൂടെ ഉണ്ട്, തീർന്നില്ല. ഓൺ S5. S5ന്റെ വേറെന്താണ്? നേരെ ബാക്കിൽ ഇരിക്കുന്നത് വേറെന്താണ്? OCDE. നേരെ ബാക്കിൽ ഇരിക്കുന്നത് എന്താണ്? എക്സ് ആണ് ഇല്ലാത്ത, എക്സ് ആണ് 0. എക്സ് 0 ആണ്. അതിലൊരു യൂണിറ്റ് വെക്ടർ വരയ്ക്കുമ്പോൾ എന്തിരിക്കും? ഇങ്ങനെ ഇരിക്കുന്നതിൽ യൂണിറ്റ് വെക്ടർ എക്സിലോട്ടാണ്, ഫ്രണ്ടിലോട്ട് എക്സിലോട്ട് കണ്ടോ? എക്സിലോട്ട് വരുന്നത് എന്താണ്? ഐ ആണ്. പക്ഷെ അത് ബോക്സിനകത്താണ് മൈനസ് ഐ. ബോക്സിന് വെളിയിൽ വന്നില്ലല്ലോ, ബാക്കിൽ ഇരിക്കുന്നതല്ലേ. അപ്പൊ എക്സിലോട്ട് വരയ്ക്കുമ്പോൾ ബോക്സിനകത്ത് തന്നെയാണ് മൈനസ് ഐ. എക്സിന് 0 വരുമ്പോൾ നമ്മുടെ എഫ് എന്താണ്? എക്സിന് 0 വരുമ്പോഴേ മൈനസ് വൈ സെഡ് ഐ പ്ലസ് വൈ സ്ക്വയർ ജെ പ്ലസ് ഇസഡ് സ്ക്വയർ കെ. ഇതാണ്. എന്നും കൂടെ ഡോട്ട് ചെയ്യുമ്പോൾ എന്താണ്? എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് ഐ ആണുള്ളത്. അപ്പോൾ വൈ ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ S5 എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ വൈ ഇസഡ് വന്നാൽ എന്താണ്? ഡി വൈയും ഡി ഇസഡും. വൈയുടെ ലിമിറ്റ് 0 ടു ബി, ഇസഡിന്റെ ലിമിറ്റ് 0 ടു സി. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 ടു സി. വൈക്കാണ്, അപ്പം വൈ സ്ക്വയർ ബൈ 2 ഇസഡ് 0 ടു ബി ഡി ഇസഡ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? വൈക്ക് ബി കൊടുക്കുമ്പോൾ ബി സ്ക്വയർ ബൈ 2 വെളിയിലാക്കിയിട്ട് ഇസഡിന് ഇസഡ് സ്ക്വയർ ബൈ 2 ആണ്. 0 ടു സി കൊടുക്കുമ്പോൾ എന്ത് വരും? ബി സ്ക്വയർ സി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. അതും കൂടെ എഴുതാം. ബി സ്ക്വയർ സി സ്ക്വയർ ബൈ 4. ഇനി ഒരു ഫേസും കൂടെ ഉള്ളൂ. ഓൺ S6 ഫ്രണ്ടിൽ ഇരിക്കുന്നത് എന്താണ്? എ ബി ജി എഫ്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫേസ് ആണ് എ ബി ജി എഫ്. അതിന്റെ പേരെന്താണ്? ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫേസിന്റെ പേര് എക്സ് ഈക്വൽ ടു എ എന്നാണ്. എക്സ് ഈക്വൽ ടു എ. അതിന് നോർമൽ എന്താണ്? ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫേസിന്റെ വീണ്ടും ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. നോർമൽ എന്താണ്? എക്സിലോട്ടാണ് വരുന്നത്, എക്സിലോട്ട്. അപ്പൊ എന്ത് വരും? വെളിയിലോട്ട് പോവുകയാണ്, ഐ ആണ്. എക്സിലോട്ട് വരുന്നത് ഐ, വെളിയിലോട്ട് പോവുകയില്ലേ? ബോക്സ് കഴിഞ്ഞ് വെളിയിലോട്ട് പോവുകയാണ് ഐ. അപ്പൊ നമ്മുടെ എഫ് എന്ത് വരും? എക്സിന് എ വരുമ്പോഴേ എ സ്ക്വയർ മൈനസ് വൈ ഇസഡ് ഐ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എ ഇസഡ് ജെ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് എ വൈ കെ. ഡോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് ഐ തമ്മിലല്ലേ ഡോട്ട് ചെയ്യണ്ട? എ സ്ക്വയർ മൈനസ് വൈ ഇസഡ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ എ സ്ക്വയർ മൈനസ് വൈ ഇസഡ്. വൈയും ഇസഡും അല്ലേ? അപ്പൊ ഡി വൈയും ഡി ഇസഡും. ഇസഡിന് 0 ടു സി ആണ്, വൈക്ക് 0 ടു ബി ആണ്. ആ ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ ഇന്റഗ്രൽ 0 ടു സി എ സ്ക്വയർ വൈ മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇസഡ് 0 ടു ബി ഡി പിന്നെ ഒരു ഡി ഇസഡ്. എന്ത് വരും? ഇന്റഗ്രൽ 0 ടു സി വൈക്ക് ബി കൊടുക്കുമ്പോഴേ എ സ്ക്വയർ ബി മൈനസ് വൈക്ക് ബി വൈക്കാണോ ചെയ്തത്? വൈക്കല്ലേ ചെയ്തത്. അപ്പോൾ ഈ ബി സ്ക്വയർ ബൈ 2 ഇസഡ് ഡി ഇസഡ് കൂടെ. ഇനി എന്താണ്? ഇസഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ബി ഇസഡ് മൈനസ് ബി സ്ക്വയർ ബൈ 2 ഇസഡ് സ്ക്വയർ ബൈ 2 0 ടു സി വരുമ്പോഴത്തേക്ക് എ സ്ക്വയർ ബി സി മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ ബൈ 4 ലാസ്റ്റ് കിട്ടി. അതായത് അതും കൂടെ എഴുതാം. എ സ്ക്വയർ ബി സി മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ ബൈ 4. എന്താണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 6 ഫേസ് ഉണ്ട്. 6 ഫേസിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും?
എ സ്ക്വയർ ബി ബൈ 4 ഇവിടെ ഉണ്ട്. എ സ്ക്വയർ ബി ബൈ 4 മൈനസ് ഉണ്ട്. എ സ്ക്വയർ സി ബൈ 4 അതിന്റെ മൈനസ് ഉണ്ട്. ബി സ്ക്വയർ സി സ്ക്വയർ ബൈ 4 മൈനസ് ഉണ്ട്. ബാക്കി വന്ന ടേമിൽ നിന്ന് നമുക്കൊരു എ ബി സി വെളിയിലാക്കാം. ബാക്കി എ പ്ലസ് ബി പ്ലസ് സി എന്നതിന് വരും. ഇത് തന്നെയാണ് നേരത്തെ കിട്ടിയത്. അപ്പൊ എന്ത് പറയാം, രണ്ട് ആൻസറും ശരിയാണ്. അപ്പൊ ഗാസ് ഡൈവേർജൻസ് തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ, താങ്ക് യു.